welcome back to Fridges Vlogs. നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്രിഡ്ജസ് വ്ലോഗ്സ്. നിങ്ങൾ ആദ്യം കണ്ടത് വേറൊന്നുമില്ല ഗൈസ്. എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞായിരുന്നു സ്റ്റാർട്ടിങ്, അതായത് ഓപ്പണിംഗ് നോട്ട് ഞാൻ നല്ല ഹൈ എനർജി, നല്ല പൊളപ്പൻ എനർജിയോടെ സ്റ്റാർട്ട് ചെയ്യണം, അപ്പോഴേ കാണുന്നവർക്കും അതേ എനർജി ഉണ്ടാവുള്ളൂ എന്നെൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് റിപ്പീറ്റഡ്ലി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നോർമലി എൻ്റെ ഉള്ള എനർജിയിലാണ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം എനർജി വാരി തുപ്പണമെന്ന് കുറേ പേര് പറഞ്ഞതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി, അതായത് ഇനിയും കുറച്ചും കൂടി എനർജി ഇട്ടാൽ ഞാൻ ചിലപ്പം ശൂസ് പോയേനെ, അത്രയ്ക്ക് ഞാൻ എനർജി ഇട്ടിട്ടുണ്ട് കഴിച്ചത്. അങ്ങനെ ഇട്ട് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. പക്ഷേ അതിൻ്റെ എനർജി കുറച്ച് കൂടിപ്പോയി. ഇനി മേലൊരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇനി ആ എനർജി ഇടത്തില്ല. അപ്പോൾ അത്രേ ഉള്ളൂ കഴിച്ചു. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസത്തെ നമുക്ക് പ്രത്യേകിച്ച് വ്ളോഗൊന്നുമില്ല. കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട്, ഡെയിലി വ്ളോഗ് ചെയ്തിട്ട് കുറേ നാളായി. നമ്മുടെ സിബിൻ്റെയും ആര്യയുടെയും കല്യാണത്തിനൊക്കെ പോയി 3 days കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ച് പിന്നെ വ്ളോഗ് ചെയ്തില്ല. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്ന പോലെ അവരുടെ പ്രൈവസി മാനിച്ചാണ് നമ്മൾ ലൈവ് വ്ളോഗിങ് ചെയ്യാത്തത്. അത് പോട്ടെ, ഓക്കെ. അപ്പോൾ അത് നല്ലൊരു കല്യാണമായിരുന്നു. അപ്പം വിഷിങ് മൈ ലിറ്റിൽ ബ്രദർ സിബിൻ ആൻഡ് ആര്യ വെരി പ്ലസൻറ്റ് ഹാപ്പി ലൈഫ് അഹെഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വ്ളോഗും കാര്യങ്ങളും അല്ല, പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല, പ്രത്യേകിച്ച് നമുക്ക് കണ്ടൻറ്റൊന്നും ഇല്ല ഇന്ന് ചെയ്യാൻ. പക്ഷേ കിട്ടുകുട്ട വന്നിട്ടുണ്ട്, നമ്മുടെ കിട്ടു വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പം നമ്മുടെ സെറിയെ ഒന്ന് പ്രാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, ഞാനും കിട്ടും കൂടെ ലൈറ്റായിട്ടൊന്ന് അടികൂടുന്ന പോലെ കാണിക്കും. എന്നിട്ട് സെറിയെ പ്രാങ്ക് ചെയ്യാൻ ആണ് നമ്മുടെ പ്ലാൻ. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് ഒരു പിടുത്തമില്ല. കാര്യം സെറി നോർമലി ഇങ്ങനത്തെ പ്രാങ്കുകളിലൊന്നും വീഴാറില്ല. കാര്യം എന്ന് വെച്ചാൽ സെറി സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയുന്നതും ഒന്നും എന്താ പറയുക, നമ്മളിങ്ങനെ പറയുമ്പോഴേ, നമ്മളൊരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും തമാശ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും സീരിയസ് ആകുമ്പോൾ എന്ത് ഇമോഷൻസിലാണ് നമ്മൾ പറയുന്നതെങ്കിലും അവൾ കാര്യമായിട്ടൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം അവൾ ഏത് നേരം അവൾ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ശശിയാവും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ശശിയാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. മിക്കവാറും പ്രാങ്ക് ആവും. കാര്യം എന്ന് വെച്ചാൽ കിട്ടുവിനെ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. കിട്ടു എൻ്റെ അടുത്ത് അടി കൂടുന്നത്. കിട്ടു എൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരു ആവശ്യമില്ലാതെ പെട്ടെന്ന് ചൂടാവുന്നു, എന്നെ അടിക്കുന്നു, എൻ്റെ കോളറിൽ കയറി പിടിക്കുന്നു. ഇതൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിലും അവിടെ പ്രാങ്ക് ആയാൽ മതിയായിരുന്നു. നമ്മൾ പ്രാങ്ക് ആവേണ്ടിരുന്നാൽ മതിയായിരുന്നു. അപ്പം നമ്മൾ ചെയ്യണം. ഞാൻ കിട്ടുവിൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സംഭവം. ഞാനിങ്ങനെ ഇരിക്കുന്നു, ഞാനിങ്ങനെ നിന്ന് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടു എൻ്റർ ചെയ്യുന്നു. കിട്ടുവിനും കൂടെ വ്ളോഗ് ചെയ്യണമെന്ന് പറയുന്നു. കിട്ടുവിൻ്റെ അടുത്ത് ഞാൻ പോകാൻ പറയുമ്പോൾ അവൻ ദേഷ്യപ്പെടുന്നു, നമ്മൾ അടി കൂടുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പ്രാങ്ക് ചെയ്യാനാണ് ഉദ്ദേശം. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയണം, നോക്കാൻ കഴിച്ചു. അപ്പോൾ നമുക്ക് നേരെ പ്രാങ്കിലോട്ട് പോവാം. ടാറ്റ ബൈ ബൈ, പോയിട്ട് വരാം. ഓക്കെ, ബൈ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്രിഡ്ജസ് വ്ലോഗ്സ്. അപ്പം നമ്മൾ വരല്ലേ എന്നാ പറഞ്ഞത്. ഒന്ന് വീഡിയോ എടുത്തിട്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടുന്ന വീഡിയോ എടുക്കാം. ഓക്കെ, അല്ല കിട്ടുന്ന വിളിക്കാം, അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന വിളിക്കാം. ഓക്കെ, വിളിക്കാം വിളിക്കാം. അല്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഒരു 2 minute വീഡിയോ എടുത്തിട്ട് കിട്ടും വിളിക്കാം. വിളിക്കാം മക്കളെ, ഇത് വിളിക്കാം. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് വിളിക്കാം. ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ട് പോകും. എന്തോ മോനെ, അവിടെ ചെല്ല്. എന്തോടെ ഇതിന് ബാധ കളകിയ? അങ്ങോട്ട് പോകാൻ കിട്ടും. ചെല്ല അങ്ങോട്ട്. വിളിക്കാം, അങ്ങോട്ട് ചെല്ല്. എന്തോന്ന് പോലെ കളിയാ? നമ്മള് സെറ്റ് ചെയ്തതാ, നമ്മള് സെറ്റ് ചെയ്ത് പ്രാങ്ക് ചെയ്തതാ. അത് നോക്കൂ ഗൈസ്, ചെറിയുടെ നീ ശരിക്കും ഉറച്ചില്ലെന്ന് വിചാരിച്ചാ. മക്കളെ നീ കുറച്ച് ഓവർ ആക്ടിങ് ആണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോ എന്തിനാ പറ്റാ വെറി വെറി നോക്കട്ടെ, എന്തിനാ പറ്റാ? ഓ
ഓക്കെ ഗൈസ്, നമ്മൾ കുറച്ച് തിരിച്ച് വരും. ചെറിയ പ്രാങ്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ചെറിയുടെ ഈ ഒബ്സസീവ് ഈ മൊബൈൽ യൂസേജ് എന്ന അഴുക്ക് അസുഖം കാരണം നമ്മൾ കുറച്ച് പ്രാങ്ക് ചെയ്യുന്നതാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, തിരിച്ചു വരാം. ബൈ. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗൈസ്. മിലിക്കുട്ടി കുറേ നാൾക്ക് ശേഷം മിലിക്കുട്ടി വ്ളോഗിൽ വന്നിരിക്കുകയാണ് ഗൈസ്. നോക്കൂ അവളുടെ സ്നേഹം നോക്കൂ. അപ്പടാ കിടന്നു കേട്ടോ, കിടന്നു. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. പക്ഷേ ചെറിയ പ്രാങ്ക് ആയി, ആക്ച്വലി സ്പീക്കിംഗ് ചെറിയ പ്രാങ്ക് ആയി. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ മൊബൈൽ യൂസേജ് അതാണ് സംഭവിച്ചത്. അങ്ങനെ സംഭവിക്കും. മൊബൈൽ യൂസേജ് കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കുന്ന ഇൻറ്റൻസിറ്റിയിൽ ഉള്ള റിയാക്ഷൻ ഒരിക്കലും കിട്ടത്തില്ല ചെറിയുടെ ഭാഗത്തു നിന്ന്. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് ഇപ്പം ചെറിയ പ്രാങ്കായി, പക്ഷേ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കോർണറിലൊക്കെ പിടിക്കുമ്പോൾ ശരിക്കും ഞെട്ടിത്തെറിച്ച് ചെറിയ ഓടി വന്ന് പിടിച്ച് മാറ്റേണ്ടതാണ്. പക്ഷെ അതൊന്നും ചെറിയ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അത് കാരണം മൊബൈലിനകത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുക. നമ്മൾ പലപ്പോഴും ഞാൻ തന്നെ പലപ്പോഴും ഇതുപോലെ എന്തെങ്കിലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോഴും നമ്മളെന്തെങ്കിലും ആ ഒരു ഫ്ലോയിൽ പറയാൻ വേണ്ടിയിട്ടിരിക്കുമ്പോൾ നമ്മൾക്കിങ്ങനെ വിത്ത് എക്സ്പ്രഷൻ ഇങ്ങനെ നിറഞ്ഞ് ആ ഒരു എക്സ്പ്രഷനിൽ ആ ഒരു സംഭവം ഇങ്ങനെ പറയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇവിടെ വിളിക്കും. ഞാൻ കുറേ വിളിച്ചാൽ ഇവിടെ വിളിയേക്കില്ല. അത് കഴിഞ്ഞ് അവസാനം വിളിച്ചൊരു 10-12 തവണ വിളിച്ചതിന് ശേഷം നമ്മളുടെ ആ ഒരു ആദ്യത്തെ ഒരു ആവേശവും ആദ്യത്തെ ത്വരം ഉണ്ടല്ലോ അതങ്ങോട്ട് പോയി നമ്മളുടെ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ ഡ്രോപ്പായി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു മോഡ് വരുമ്പോൾ ചെറിയ വിളിയേക്കും. അപ്പോഴത്തേക്കും പറയാനുള്ള മൂടും പോകും, നമ്മൾ എഴുതി പോകും. ഇതാണ് സ്ഥിരം സംഭവിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ എന്തായാലും കുഴപ്പമില്ല ഗൈസ്, പ്രാങ്കായി. എന്തായാലും പ്രാങ്ക് വർക്കൗട്ടായി. ചെറിയ ഞെട്ടി. ആദ്യം ചെറിയ ഞെട്ടിയൊന്നും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല, കാരണം വീഡിയോ നമ്മൾ നേരാണ് ഫേസ് ചെയ്തിരുന്നത്. അപ്പോൾ അവളെ ഞെട്ടി അന്തം വിട്ട് നോക്കുമായിരുന്നു. അതുകൊണ്ട് പ്രാങ്ക് സക്സസ്ഫുൾ ഗൈസ്. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മുടെ പ്രാങ്ക്സ്റ്റർ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാവില്ല ഗൈസ്. ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യാം. വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വരുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പം താങ്ക് യു. ബൈ. സീ യു സൂൺ. ഈറ്റ് ഹെൽത്തി. ബൈ.